ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കാട്ടിലെ അതിദുർഘടമായ ഒരു വഴിയിലൂടെ അങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. വഴുക്കലുള്ള പാറക്കല്ലുകളും കുന്നുകളും നിറഞ്ഞ വഴി, ദുർഘടം പിടിച്ച വഴിയെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. യാത്രയ്ക്കിടയിൽ ശിഷ്യൻ ഇടയ്ക്കിടെ വീഴുന്നുണ്ടായിരുന്നു. ഗുരുവിൻ്റെ ഒപ്പം എത്താൻ വളരെ വളരെ കഷ്ടപ്പെട്ടു. ദേഷ്യവും സങ്കടവും അടക്കാൻ പറ്റാതെ അവൻ ഗുരുവിനോടൊരു പരാതി പറഞ്ഞു. വീണ് എൻ്റെ നടുവൊടിഞ്ഞു, ഇന്നങ്ങ് എന്നെ ഒന്നും പഠിപ്പിച്ചതുമില്ല. ഗുരു ശാന്തനായി പറഞ്ഞു, നിന്നെ ഞാനൊരു വലിയ പാഠമാണ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ നിർഭാഗ്യം, നിനക്കത് മനസ്സിലായില്ല, നിനക്കത് കേൾക്കാനുള്ള ക്ഷമയുണ്ടായില്ല. നീ പരാതിപ്പെട്ടുകൊണ്ടേയിരുന്നു. ഓരോ വീഴ്ചയും ഓരോ പാഠമാണ്. ഞാൻ എന്തുകൊണ്ട് വീണു? അടുത്ത തവണ വീഴാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെയായിരുന്നു നീ ആലോചിക്കേണ്ടിരുന്നത്. വീഴ്ചയുടെ ഉത്തരവാദി നീ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ നീ വീണ്ടും വീണ്ടും വീണു പോകില്ലായിരുന്നു. പ്രേക്ഷകരെ, ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മുടെ വീഴ്ചകളിൽ നിന്ന് പാഠം പഠിക്കണം. പാഠം പഠിച്ച് മുന്നോട്ട് പോയാൽ വലിയ വലിയ വീഴ്ചകൾ നമുക്ക് ഒഴിവാക്കാം. ഓരോ പരാജയവും, ഓരോ വീഴ്ചയും, ഓരോ പതനവും ഓരോ വലിയ പാഠമാണെന്നറിയുക. ആ പാഠത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകണം. എന്തുകൊണ്ട് വീണു, എപ്പോൾ വീണു, എങ്ങനെ വീണു, എവിടെ വീണു. ഈ വീഴ്ച പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ നമ്മൾ പരമാവധി വീഴാതിരിക്കും. അപ്പോൾ വീഴ്ചകൾ ഒഴിവാക്കാൻ കൂടുതൽ പാഠം പഠിക്കുക പരാജയങ്ങളിൽ നിന്ന്.